മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമുണ്ടായത് UDFനെയാണ് ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. വലിയ കോലാഹലങ്ങൾ ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിട്ട് പോലും BJPയുമായി സഖ്യമാകാനും അവരുടെ വോട്ട് വാങ്ങാനും കോൺഗ്രസ് കൗൺസിലർമാർ തീരുമാനിച്ചത് KPCC നേതൃത്വത്തിന്റെ കഴിവുകേട് തന്നെയാണ് തുറന്നു കാട്ടിയിരിക്കുന്നത്. എന്ത് പ്രത്യയശാസ്ത്ര അകലമാണ് BJPയുമായി കോൺഗ്രസിന് ഉള്ളത് എന്നതിന് ആ പാർട്ടിയുടെ നേതൃത്വം മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശനും എന്തായാലും മറുപടി പറയണം. ഈ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങളുടെ പിൻബലത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മിനിമോൾ വിജയിച്ചിരുന്നത്. ഈ പഞ്ചായത്തിലെ 10 അംഗങ്ങളാണ് ഇടതുപക്ഷത്തിനുള്ളത്. UDFന് 8ഉം BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് 4 സീറ്റുകളും ഉണ്ട്. ഇതിനു പുറമെ കോൺഗ്രസ് വിമതർക്ക് 2 സീറ്റുകളും ഉണ്ട്. ഇതിന് 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒരു വിമതൻ LDFനെ പിന്തുണയ്ക്കുകയുമാണ് ഉണ്ടായത്. ഈ BJPയും മിനിമോളെ പിന്തുണച്ചതോടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് നില 11-11 എന്നൊരു നിലയിലായി, അതായത് സമാസമം. തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. നേരത്തെ ഇതേ മറ്റത്തൂരിൽ BJPയുടെ വോട്ട് തേടി ഇതേ കൂട്ടുകെട്ട് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വിജയിച്ചിരുന്നത്. എന്നാൽ ആ കൂട്ടുകെട്ട് വിവാദമായതോടെ അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസിനെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ KPCC നേതൃത്വവും ഇടപെട്ട് രാജിവെപ്പിച്ചിരുന്നു. എന്നാൽ ഇതേ സ്ഥാനത്തേക്ക് ഇപ്പോൾ വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മാറി എന്നത് മാറ്റി നിർത്തിയാൽ മുൻപ് നടന്നതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ഇടതുപക്ഷത്തെ മൂലക്കിരുത്താൻ BJP പറ്റിയ തന്ത്രമാണ് ശരിക്കും ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഇതേ സ്ട്രാറ്റജിയാണോ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പയറ്റാൻ നോക്കുന്നത് എന്നതും ഒരു വലിയ ചോദ്യം തന്നെയാണ്.